എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത കട്ടിപ്പരിപ്പാണ്. കട്ടിപ്പരിപ്പ് തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്ന തേങ്ങാപ്പാല് നല്ല കട്ടിയായിട്ടുള്ളതായിരിക്കണം. അപ്പോഴാണ് ഈ ഒരു കറിക്ക് രുചി കൂടുതൽ കിട്ടുന്നത്. ഇനി കട്ടിപ്പരിപ്പ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 250 ഗ്രാം അളവുള്ള ഒരു കപ്പ് അളവിൽ ചെറുപയർ പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വെള്ളമെല്ലാം ഊറ്റിയതിനു ശേഷം ചൂടായ പാനില് 1 സ്പൂൺ അളവില് നെയ്യൊഴിച്ചു കൊടുത്ത് നല്ല ചുവക്കെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെന്തുവരാൻ ആവശ്യമായ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടും. ഇനിയിപ്പോൾ പരിപ്പൊന്ന് തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് കൊച്ചുള്ളിയും 3 ചെറിയ ഉരുളക്കിഴങ്ങും എരിവിനാവശ്യമായ പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. പരിപ്പ് വേവായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ മൂടിയടച്ച് തന്നെ വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്ത് പാകമായി കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള നാളികേര പാല് കൂടെ ചേർക്കാം. നാളികേര പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതിയാകും. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ കട്ടിപ്പരിപ്പ് ഇവിടെ റെഡിയാണ്. ഈ ഒരു ഓണനാളില് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ചൂടുള്ള ചോറിലേക്ക് കുറച്ച് പരിപ്പും നെയ്യും കൂടെ കുഴച്ച് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.